ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർക്കും ഏറ്റവും അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളിലൊന്നാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. പ്രോപ്പർ ഡീബഗ്ഗിംഗ് ടെക്നിക്സ് പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി തന്നെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ആവുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഡീബഗ്ഗിംഗ് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ മോസ്റ്റ്ലി ഒരു ഇൻട്രൊഡക്ഷൻ കൈൻഡ് ഓഫ് വീഡിയോ ആയിരിക്കും. നമ്മൾ ഈ കോഴ്സിൽ മോർ ഡീബഗ്ഗിംഗ് ടെക്നിക്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകും. പക്ഷേ ഇതൊരു ഇൻട്രൊഡക്ഷൻ ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നതിൻ്റെ പൈത്തൺ അല്ലെങ്കിൽ പൈച്ചാമിൻ്റെ അകത്തിരിക്കുന്ന ഡീബഗ്ഗിംഗ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്ന ഒരു ബേസിക് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ. അപ്പം എന്താണ് ഡീബഗ്ഗിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ നോർമലി ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടി വി യൂണിറ്റ് പോലുള്ള സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടാണ് വരിക അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം അസംബിൾ ചെയ്തിട്ട് സ്ക്രൂവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മളൊരു യൂണിറ്റ് ആക്കി മാറ്റുകയാണ്. അപ്പം നിങ്ങളിങ്ങനെ ഫൈനലി യൂണിറ്റ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥ കാണാമെന്ന് വിചാരിക്കുക. ഒരു ബഗ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ അകത്ത് ഒരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ വന്നു എന്ന് വിചാരിക്കാം. അപ്പം ഇത് എന്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുക? നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേയുള്ള പ്രോസസ്സുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഏതൊരു വലിയ കാര്യവും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർന്നിട്ടായിരിക്കും ഏതൊരു ബിഗ് കാര്യവും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് കാര്യങ്ങളും നോക്കിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ, സ്ക്രൂ എല്ലാം പ്രോപ്പർ ആണോ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എൻഷുർ ചെയ്ത് വരും. ഒരു മൊമെൻറ്റിൽ എത്തുമ്പോൾ നമുക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. ഇത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോബ്ലം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനുള്ളതിൻ്റെ ഒരു ബെറ്റർ വേ ആണ് അല്ലേ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പോർഷൻസ് ആ പോർഷൻസിൻ്റെ അകത്ത് കറക്റ്റ് ആണോ എന്നിങ്ങനെ നോക്കി വരുന്ന ഒരു ടെക്നിക്ക്. ബേസിക്കലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ടെക്നിക്ക് തന്നെയാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വലിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, അതിൻ്റെ അകത്ത് എവിടെയോ ഒരു ഇഷ്യൂ വന്നു, ആ ഇഷ്യൂ വന്നത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ കുഞ്ഞു പോർഷനെയും നമ്മൾ മോണിറ്റർ ചെയ്ത് അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്ത് പോവുകയാണ് ഓരോരോ കുഞ്ഞു സ്മോൾ പോർഷനെയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോഡിൻ്റെ അകത്ത് കൂടെ നമ്മൾ സ്റ്റെപ്പ് ഓവർ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരോ ലൈൻ ഓഫ് കോഡും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയിട്ട് അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത്. ഇങ്ങനെ എൻഷുർ ചെയ്യുന്ന ഈ ടെക്നിക്കിനെയാണ് നമ്മൾ ഡീബഗ്ഗിംഗ് എന്ന് നോർമലി പറഞ്ഞു പോരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെയെന്ന് ഡീബഗ് ചെയ്ത് വരാമെന്ന് നോക്കാം. നമ്മളിത് പൈച്ചാമിൻ്റെ അകത്ത് നമ്മളൊരു ഒരു പ്രോജക്റ്റ് എഴുതിയിട്ടുണ്ട്. ഒരു വെരി സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പം നമ്മൾ ഈ പ്രോബ്ലം ഒന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലം റൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊരു ആവറേജ് കണ്ടുപിടിക്കാനുള്ളതാണ്. 3 നമ്പേഴ്സ് യൂസറിൻ്റെ അകത്ത് നിന്ന് ഇൻപുട്ടായിട്ട് എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരു വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ 3 നമ്പേഴ്സ് യൂസറിൻ്റെ അകത്ത് നിന്ന് ഇൻപുട്ട് എടുക്കുന്നുണ്ട്. ഞാനിവിടെ 2, 3, 5 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന 3 നമ്പേഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കാം. കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഇഷ്യൂ അടിക്കുന്നു. അതായത് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കോഡ് നോക്കുന്ന സമയത്തൊക്കെ ഓക്കെയാണ്, പ്ലസ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ബൈ 3 എടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഷ്യൂ എന്തോ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഹിൻ്റൊക്കെ ഉണ്ട്. പക്ഷേ നോർമലി ഈ വലിയൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഹിൻ്റുകളൊന്നും കിട്ടണമെന്നില്ല അല്ലേ. ഈ ഹിൻ്റൊന്നും നിങ്ങളിപ്പോൾ തൽക്കാലം നോക്കണ്ട. അപ്പം ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ നമുക്കൊന്ന് ഡീബഗ് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ഫ്ലോ എങ്ങനെയാണ് എന്നറിയുകയാണ് അല്ലേ. പൈത്തണിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫ്ലോ എന്ന് പറയുന്നത് അവൻ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പം ഇത് ഒരു ഫംഗ്ഷനാണ്. അപ്പം അവൻ അത് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് ഉള്ള ഓരോരോ ലൈനിനെയും അവൻ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തു പോവുക. അപ്പം ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ആണെന്ന് കാണും. അപ്പോൾ യൂസറിൻ്റെ ഒരു ഇൻപുട്ട് എടുക്കും. അങ്ങനെ ഓരോരോ ലൈൻ ആയിട്ടാണ് അവൻ എക്സിക്യൂട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് പ്രോബ്ലം ഉണ്ടായിരിക്കുക എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം. അതായത് ആ മൊമെൻറ്റിൽ വെച്ചിട്ട് നമുക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് ആ മൊമെൻറ്റിൽ
നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണോ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ് എന്ന് നമുക്ക് നോക്കണം. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ നമ്മളുടെ വേരിയബിളിൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റ, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യണം, അല്ലേ? അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിബഗിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്, ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് അവൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോവാണല്ലേ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലൈനിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കതിൻ്റെ ബ്രേക്ക് ചെയ്യണം. അവിടെ വെച്ചിട്ട് അവന് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എക്സിക്യൂഷനെ പോസ് ചെയ്ത് അവിടെ ഇങ്ങനെ നിർത്തണം. എന്നിട്ട് ഈ മൊമെൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണോ നമ്മളുടെ വേരിയബിൾസ് ഒക്കെ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്കതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൈനിൽ നമ്മളൊരു ബ്രേക്ക് പോയിന്റ് ഇടണം. ബ്രേക്ക് പോയിന്റ് ഇടാൻ നമുക്ക് എന്താ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർസർ കാണുന്നുണ്ടല്ലേ, കർസർ ഈ പറഞ്ഞിരിക്കുന്ന 15ൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് ലൈനിലേക്ക് പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെഡ് ഡോട്ട് വരും. ഈ റെഡ് ഡോട്ടാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. എൻ്റിയർ ലൈനിൽ നിങ്ങൾക്ക് ആ റെഡ് സാധനം കാണാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മൾ ഡീബഗ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ഈ ഒരു ലൈനിൽ എത്തുന്ന സമയത്ത് അവൻ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് അവൻ അവിടെ പോസ് ചെയ്ത് നിൽക്കും. ആ പോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡീബഗിങ് ടൂൾ വിൻഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെയൊക്കെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ നമ്മളുടെ പ്രോഗ്രാമിനെ പോസ് ചെയ്യിക്കുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ബ്രേക്ക് പോയിന്റ് ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങളിവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ടാണല്ലോ ബ്രേക്ക് പോയിന്റ് ഇട്ടത്. നിങ്ങൾക്ക് വേറൊരു വഴിയും കൂടി ഉണ്ട്. നിങ്ങൾക്ക് എത്ര ലൈനുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പോയിന്റ് ഇടാം. ഇവിടെ ഇടാം, ഇവിടെ ഇടാം. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈനിൽ നിങ്ങൾക്ക് ബ്രേക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു വഴിയും കൂടി ഉണ്ട്. ആ ലൈൻ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് കീബോർഡിൻ്റെ അകത്ത് Ctrl F8 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കീ ഒന്ന് അമർത്തുക. അപ്പോഴും നിങ്ങൾക്ക് ബ്രേക്ക് പോയിന്റ് അവിടെ ആ ലൈനിൽ സെറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ ബ്രേക്ക് പോയിന്റ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈൻ സെലക്ട് ചെയ്തിട്ട് Ctrl F8 ഒന്നും കൂടി അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ അകത്തുനിന്ന് പോയിട്ട് ആ പറഞ്ഞിരിക്കുന്ന റെഡ് ഡോട്ട് ഒന്നും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ലൈനിലിരിക്കുന്ന ബ്രേക്ക് പോയിന്റ് കളഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം, അല്ലേ? നമ്മൾ നോർമലി റൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺ അടിച്ചിട്ടാണ് നമ്മൾ റൺ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഡീബഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതല്ല ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണമല്ലോ, അല്ലേ? ഇത് അടിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം എൻ്റയർലി റൺ ചെയ്ത് പോവാണ്ട്, ഡീബഗ് ചെയ്ത് പോവല്ല. ഡീബഗ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ ഡീബഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവൻ എന്താ സംഭവിക്കുക? അവൻ ഈ പറഞ്ഞിരിക്കുന്ന ലൈനിൽ പോയി നോക്കും. ആ ലൈനിൽ ബ്രേക്ക് പോയിന്റ് ഒന്നുമില്ല. അപ്പോൾ അവനവിടെ ബ്രേക്ക് ചെയ്യേണ്ട എന്നുള്ള സിറ്റുവേഷൻ വരും. അപ്പോൾ അവൻ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് ചോദിച്ചു. അപ്പോൾ നമ്മളിവിടെ അടിച്ചു കൊടുക്കുക 1, എന്നിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുന്ന സമയത്ത് അവൻ രണ്ടാമത്തെ ലൈനിലോട്ട് പോകും. അവിടെയും ബ്രേക്ക് പോയിന്റ് ഒന്നുമില്ല. അപ്പോൾ അവൻ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം കാണും. അപ്പോൾ യൂസറിൻ്റെ അടുത്ത് ഇൻപുട്ട് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. മൂന്നാമത്തെ ലൈനിലോട്ട് പോകുന്നു. അതും ഇൻപുട്ടാണ്. അപ്പോൾ മൂന്നാമത്തെ തവണ ഇൻപുട്ട് ചോദിക്കുന്നു. അപ്പോൾ 3 വാല്യൂസ് കൊടുക്കും. ഓക്കെ, ഈ 3 വാല്യൂസ് കൊടുത്ത് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇവിടെ എത്തും. ഈ ലൈനിൽ എത്തുന്ന സമയത്ത് അവൻ കാണും അവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഉണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് അവൻ പ്രോഗ്രാം എക്സിക്യൂഷനെ സ്റ്റോപ്പ് ചെയ്യും. പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ സ്റ്റോപ്പ്ഡായി. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ്ഡായി. ഈ ബ്ലൂ ലൈൻ കാണുന്നുണ്ടല്ലോ, അല്ലേ? ഈ ബ്ലൂ ലൈനിലാണ് ഇപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇരിക്കുന്നത്. അതായത് ആ പർട്ടിക്കുലർ ലൈന് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ആ പർട്ടിക്കുലർ ലൈന് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ വന്നിട്ട് അവൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ മൊമെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവൻ ഇവിടെ ബ്രേക്കായി നിന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ സ്റ്റോപ്പായി നിന്നിരിക്കുകയാണ്. ഇവൻ എക്സിക്യൂഷൻ ചെയ്യുന്നില്ല. ചെയ്യാത്ത സമയത്ത് നമുക്കിവിടെ ഒരു ഡീബഗ് ടൂൾ വിൻഡോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം വരും. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഏരിയ ഉണ്ടല്ലേ, ഇതെന്ന് പറയുന്നത് സ്റ്റാക്ക് ഫ്രെയിം കാണാനുള്ള ഏരിയയാണ്. സ്റ്റാക്ക് ഫ്രെയിം എന്താണ് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനിലോട്ട് പോയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് ഒന്ന് സ്റ്റാക്ക് ഫ്രെയിം കാണാനുള്ള ഏരിയ ആണെന്ന് വിചാരിക്കാം. ഈ റൈറ്റ് സൈഡിലിരിക്കുന്നത് ഈ സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന സ്റ്റാക്ക് ഫ്രെയിമിൻ്റെ അകത്തിരിക്കുന്ന ലോക്കൽ വേരിയബിൾസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ ലോക്കൽ വേരിയബിൾസ് ഉണ്ട്? നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എല്ലാം ഉണ്ട്, അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾസിലെല്ലാം
ഈ ഒരു മൊമെന്റില് എത്രത്തോളം എന്താണ് വാല്യൂ എന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതായത് 1, 2, 4 എന്നുള്ളതാണ്. അതായത് നമ്മള് ഇൻപുട്ട് ചെയ്തിരിക്കുന്ന വാല്യൂസ് തന്നെയാണ് ഇരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് അതിന്റെ ടൈപ്പ് ഏതാണ് എന്നുള്ള കാര്യം കൂടി അറിയാം. അതെ, STR എന്നുള്ളതാണ്. ഈ ടോട്ടൽ എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം വന്നിട്ടില്ല. കാരണം എന്താണ്? ഇപ്പഴും ഈ പറഞ്ഞിരിക്കുന്ന ലൈന് എക്സിക്യൂട്ട് ആയിട്ടില്ല. നമ്മള് ബ്രേക്ക് പോയിന്റ് ഇട്ട് കഴിഞ്ഞാല് ആ ലൈന് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് ആ ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് തന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മളുടെ എക്സിക്യൂഷനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലൈൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണം. ഇതിപ്പോൾ ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ ലൈനിനെ ഒന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യിക്കണം. എക്സിക്യൂട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെപ്പ് ഓവർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ബട്ടണാണ് ഇതാ ഇവിടെ സ്റ്റെപ്പ് ഓവർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ബട്ടൺ അടിക്കാം. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? കർസർ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന സാധനമാണ് സ്റ്റെപ്പ് ഓവർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനം. അത് സ്റ്റെപ്പ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇപ്പോഴേതിലാണോ കൺട്രോൾ ഇരിക്കുന്നത് ആ കൺട്രോൾ ഇരിക്കുന്ന ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത ലൈനിലോട്ട് അവൻ പോകും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് നമ്മളുടെ കോഡിനെ എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോരോ ലൈനിലും ആ പർട്ടിക്കുലർ ലൈൻ എക്സിക്യൂട്ട് ചെയ്തപ്പം എന്തൊക്കെ സംഭവിച്ചു, നമ്മുടെ കോഡിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കിവിടെ അടിയിൽ വേരിയബിൾസിനെയും കാര്യങ്ങളിലെല്ലാം നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പം നമ്മളിവിടെ അടുത്ത ലൈനിലോട്ട് പോവുകയാണ്. ഞാനിവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് അടിക്കാം, അല്ലെങ്കിൽ F8 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കീബോർഡിൻ്റെ അകത്തിരിക്കുന്ന കീ അടിക്കാം. ഞാനിപ്പോൾ F8 എന്ന് പറഞ്ഞിട്ട് അടുത്ത ലൈനിലോട്ട് പോവുകയാണ്. അപ്പോൾ അവന് എന്ത് സംഭവിച്ചു? F8 എന്ന് പറഞ്ഞിട്ട് അടുത്ത ലൈനിലോട്ട് പോയി. അടുത്ത ലൈനിലോട്ട് പോയ സമയത്ത് ഇവിടെ പുതിയൊരു വേരിയബിൾ വന്നു അല്ലേ? ഈ കാരണം ഈ പറഞ്ഞിരിക്കുന്ന ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് അടിയിലോട്ട് പോയി. ഈ റെഡ് എന്ന് പറയുന്ന ബ്രേക്ക് പോയിന്റ് ഉള്ള ലൈനാണ്. ഈ ബ്ലൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എക്സിക്യൂഷൻ എവിടെയാണോ വന്ന് നിൽക്കുന്നത് അതിനെയാണ് ഈ ബ്ലൂ ലൈൻ ഇതാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സിക്യൂഷൻ എവിടെയുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ലൈന് അവൻ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ടോട്ടൽ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പുതിയൊരു വേരിയബിൾ ഇവിടെ ഉണ്ടായി വന്നു. അതിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടി. അപ്പം നമുക്ക് നോക്കി നോക്കാം. ടോട്ടലിൻ്റെ അകത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ എന്താണ്? 1, 2, 3 ഈ പറഞ്ഞിരിക്കുന്ന 3 വാല്യൂസിനെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കണം ഉണ്ടാവേണ്ടത് അല്ലേ? 1 + 2 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്ന് പറയുന്ന വാല്യൂ ആണ് ഉണ്ടാവേണ്ടത്. പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 124 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും നമ്മൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻപുട്ടിൻ്റെ അകത്തുനിന്ന് വന്നിരിക്കുന്ന സാധനങ്ങളെ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്ത് പോയിരിക്കുന്നത്. നമ്മൾ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്തില്ല. ഇവിടെ സ്ട്രിംഗ് കോൺകാറ്റനേഷൻ ആണ് നടന്നിരിക്കുന്നത്. സ്ട്രിംഗ് അഡീഷൻ ഇത് വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇങ്ങനെയുള്ള വേരിയബിൾസിനെല്ലാം വാച്ച് ചെയ്ത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സിക്യൂഷൻ മുന്നോട്ട് പോകുന്ന സമയത്ത് വേരിയബിൾസിനെല്ലാം വാച്ച് ചെയ്തിട്ട് എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഡീബഗിങ്ങിൻ്റെ ഒരു ഗുണം. വളരെ കൺട്രോൾഡ് ആയിട്ട് നമ്മളുടെ പ്രോഗ്രാമിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഡീബഗിങ് എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവായിട്ട് ബഗ് കണ്ടുപിടിക്കാനും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുകളിലെല്ലാം ഉപയോഗിച്ച് വരുന്നത്. ഇത്ര കൺട്രോൾഡ് ആയിട്ട് നമ്മളുടെ പ്രോഗ്രാമിനെ നമുക്ക് വാച്ച് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും എല്ലാം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് നടക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഈ മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനം മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഇതാണ് ഇഷ്യൂ. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് ഓടിച്ചു വരാം. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ബേസിക് ആയിട്ടിരിക്കുന്ന ഡീബഗിങ്ങിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ്. ആദ്യത്തേത് ബ്രേക്ക് പോയിന്റ് ഇടുക. ഏത് കോഡിലാണോ നിങ്ങൾക്ക് ബ്രേക്ക് ആവേണ്ടത്, എക്സിക്യൂഷനെ പോസ് ചെയ്യിക്കേണ്ടത്, സസ്പെൻഡ് ചെയ്യിക്കേണ്ടത്, അവിടെ ബ്രേക്ക് പോയിന്റ് ഇടുക. ഈ പറഞ്ഞിരിക്കുന്ന ബ്രേക്ക് പോയിന്റ് ഇടാൻ വേണ്ടിയിട്ട് Ctrl F8 എന്ന് പറയുന്ന കീ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡീബഗിങ്ങിൻ്റെ ബട്ടൺ യൂസ് ചെയ്ത് ഡീബഗിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് സ്റ്റെപ്പ് ഓവർ ചെയ്ത് പോവാം. F8 സ്റ്റെപ്പ് ഓവർ എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് നമ്മളുടെ എക്സിക്യൂഷനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇഷ്യൂ കണ്ടുപിടിച്ചു. നമുക്കത് ഫിക്സ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഒരു ഡീബഗിങ് സെഷനിലാണ് ഇതിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഡീബഗിങ് സെഷനെ നമുക്കൊന്ന്
ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. ആ സ്റ്റോപ്പ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ബട്ടണാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് Ctrl+F2 എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ഉപയോഗിക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവൻ സ്റ്റോപ്പ് ആയിപ്പോയി അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ ഇഷ്യൂനെ ഒന്ന് നമുക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ഇഷ്യൂനെ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത്, നമ്പേഴ്സിനെല്ലാം ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എല്ലാ നമ്പറിനെയും നമ്മൾ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഇഷ്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചു, നമ്മളത് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒരു വട്ടവും കൂടി നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഓടിച്ചു നോക്കാം. നമ്മളുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറാണോ വർക്ക് ചെയ്തതെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി അഡീഷണൽ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഓടിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അവിടെ തന്നെ ബ്രേക്ക് പോയിന്റ് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഡീബഗ് എന്ന് പറയുന്ന ഈ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡീബഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. അപ്പം അവൻ ഇൻപുട്ട് ചോദിച്ചു, ഞാൻ നേരത്തെ കൊടുത്ത അതേ ഇൻപുട്ട് തന്നെ കൊടുക്കുന്നു, 2 4 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇവിടെ വെച്ചിട്ട് അവൻ ബ്രേക്ക് ആയപ്പോഴാണ് ആ ബ്ലൂ ലൈനിൽ വന്ന് നിൽക്കുന്നത്. F8 അടിച്ച് ഞാൻ മുന്നോട്ട് പോയി. ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിളിൽ 7 ആണ്. ഇപ്പോൾ പ്രോപ്പറാണ്. ടോട്ടൽ എന്ന് പറയുന്നത് ഇൻറ്റിജർ എന്ന് പറയുന്ന ടൈപ്പാണ്. നമ്മൾ ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ആവറേജ് എന്ന് പറയുന്ന പുതിയ വേരിയബിൾ വന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേരിയബിളിനെ നിങ്ങൾക്ക് എഡിറ്ററിൽ തന്നെ കാണാനും പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അടിയിലിരിക്കുന്ന ഡീബഗ് ടൂൾ വിൻഡോയ്ക്കകത്ത് നിന്നും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന എഡിറ്ററിൽ തന്നെ ആ സൈഡിൽ കാണിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ആ വേരിയബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ആ വാല്യൂ കാണാൻ പറ്റുന്നത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണല്ലോ അല്ലേ. കാര്യങ്ങളെ നോക്കി പോകുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്നത് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അവൻ തൊട്ടടുത്ത് തന്നെ ആ വാല്യൂ ഇവിടെ കാണിച്ചു തരുന്നത്. ആവറേജ് എന്ന് പറയുന്നത് പ്രോപ്പർ വാല്യൂ ആയിരുന്നു. അത് നമ്മൾ പ്രിന്റ് ചെയ്ത് പോന്നു. നമ്മൾ ഒന്നും കൂടെ F8 അടിച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കെ, F8 അടിച്ച് മുന്നോട്ട് പോയി നമ്മളൊരു ഫംഗ്ഷനിലെത്തി. അപ്പം ഫംഗ്ഷനിലെത്തുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടെ കാണാം, സ്റ്റെപ്പ് ഇൻടു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും, സ്റ്റെപ്പ് ഓവറും സ്റ്റെപ്പ് ഇൻടു എന്ന് പറയുന്നത്. ഇത് ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്താണ് ആ ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഡിഫറൻസ് എന്താണ് എന്നുള്ളത് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം നോർമലി ഫംഗ്ഷൻ നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. ജസ്റ്റ് ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പീസ് ഓഫ് കോഡാണ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പം ആ ഫംഗ്ഷന് ഒരു പേരുണ്ടാവും. ആ പേര് നമ്മൾ കോഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷനിലോട്ട് അവൻ കൺട്രോൾ പോയിട്ട് ഫംഗ്ഷൻ്റെ അകത്ത് എന്തൊക്കെ കോഡ് എഴുതിയിരിക്കുന്നോ അതെല്ലാം അവൻ എക്സിക്യൂട്ട് ചെയ്തു വരും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 വീഡിയോസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കത് പഠിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ സ്റ്റെപ്പ് ഇൻടു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫംഗ്ഷൻ വേണം. അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പം ഒന്ന് ഓവർ റൈഡ് ചെയ്തിട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് വന്നത്. അപ്പോൾ നോർമലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞിരിക്കുന്ന സാധനം കാണുമ്പോൾ തന്നെ കൺട്രോൾ അങ്ങോട്ട് പോകും. എന്നിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഫംഗ്ഷനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വരും. എന്നിട്ട് റിട്ടേൺ അടിക്കുന്ന സമയത്ത് തിരിച്ചു വരും. അതിൻ്റെ അടിയിലിരിക്കുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് പോകും. ഈ ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കൺട്രോളിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ മാറുന്നത്. അവൻ ആ ഫംഗ്ഷനിലോട്ട് പോകും. ഫംഗ്ഷൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം സീക്വൻഷ്യലായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വരും. എന്നിട്ട് റിട്ടേൺ അടിക്കുന്ന സമയത്ത് തിരിച്ച് വന്നിട്ട് ഫംഗ്ഷൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം സ്റ്റെപ്പ് ഓവറും സ്റ്റെപ്പ് ഇനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ഇപ്പോൾ ഈ ബ്ലൂ ലൈനിലാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മളുടെ ഇരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമ്മൾ F8 ആണ് അടിക്കുന്നതെങ്കിൽ അവൻ നേരെ ഈ കാൽക്കുലേറ്റ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കും. പക്ഷേ ആ ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഡീബഗിങ്ങിൻ്റെ കൺട്രോൾ പോകത്തില്ല. അവൻ ആ ഫംഗ്ഷൻ വിളിച്ച് തിരിച്ച് വന്നിട്ട് ഡീബഗിങ്ങിൻ്റെ കൺട്രോൾ അവൻ അടുത്ത ലൈനിലോട്ടേ പോകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ F8 അടിക്കുകയാണ്. F8 അടിക്കുകയാണെങ്കിൽ അവൻ കാൽക്കുലേറ്റ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻറ്റേർണലി വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഡീബഗിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടില്ല. അതായത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫംഗ്ഷനെ ഓരോന്നിനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു തന്നില്ല. അവൻ ഇൻറ്റേർണലി വിളിച്ച് അവൻ തിരിച്ചു വന്നു. എന്നിട്ട് നമുക്ക് അവൻ അടുത്തയിലേക്ക് പോവുകയാണ് ചെയ്തത്, അടുത്ത ലൈനിലോട്ട് പോവുകയാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തേക്ക് കൺട്രോൾ, അതായത് ഡീബഗിങ് കൺട്രോൾ പോയിട്ടില്ല. പകരം അവൻ നോർമൽ എക്സിക്യൂഷൻ തന്നെ ആ ഫംഗ്ഷൻ ചെയ്ത് വന്നിട്ട് കൺട്രോൾ പോയിട്ടിരിക്കുന്നത് അടുത്ത ലൈനിലോട്ടാണ്. ഓക്കെ, ഇതാണ് F8 എന്ന് പറയുന്ന കാര്യം ചെയ്യുന്ന സമയത്തിരിക്കുന്ന ബിഹേവിയർ. ഇനി നമുക്ക് F7 വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇവൻ്റെ ബിഹേവിയർ എന്ന് നോക്കാം. ഒന്നും കൂടി നമുക്കൊന്ന് ഡീബഗ് ചെയ്ത് വരാം. ഡീബഗ് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ ഇത്രയും സാധനങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെല്ലാം ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇതൊന്നും നമുക്കിനിയിപ്പോൾ റിലവൻ്റ് അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം ഒന്ന് കളയാണ്. ഓക്കെ, നമുക്ക് ഇത്രയും സാധനം മതി. ആവറേജും കളയുന്നു.
കളയുന്നു. അപ്പം ഇവിടെ ഇപ്പം കമൻറ്റ് ചെയ്തതുകൊണ്ട് അത് റിലവൻ്റ് അല്ല. ഈ ബ്രേക്ക് പോയിന്റ് നമുക്ക് ഇവിടെയാണ് ബ്രേക്ക് പോയിന്റ് വരേണ്ടത്. ഓക്കെ. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഇതാക്കുന്നു. ഓക്കെ. അടിച്ച സമയത്ത് നമ്മൾ F8 ആയിരുന്നു നേരെ അടിച്ചത്. അതായത് സ്റ്റെപ്പ് ഓവർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അവൻ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് കൺട്രോൾ പോയിട്ടില്ല. പകരം ഇങ്ങോട്ടായിരുന്നു വന്നത്. അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്ലൂയിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ F7 അടിച്ചാലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഡീബഗിങ് കൺട്രോൾ തന്നെ ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് പോകും. ഞാനിപ്പോൾ F7 അടിക്കാൻ പോവാണേ. F8 അടിച്ചപ്പോൾ നേരിട്ട് ഇങ്ങോട്ടായിരുന്നു വന്നിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ F7 അടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ആ ഫംഗ്ഷൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെയും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡീബഗ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റെപ്പ് ഇൻടു ആ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് സ്റ്റെപ്പ് ഇൻടു ചെയ്ത് പോകാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ നമ്മളുടെ കയ്യിലുണ്ട്. ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും കൂടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ F7 യൂസ് ചെയ്ത്, അതായത് സ്റ്റെപ്പ് ഇൻടു യൂസ് ചെയ്ത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് പോയി അവിടെ അതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡീബഗ് ചെയ്ത് പോകേണ്ടി വരും. ചില സമയങ്ങളിൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയേണ്ടി വരില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് F8 യൂസ് ചെയ്തിട്ട് സ്റ്റെപ്പ് ഓവർ ചെയ്ത് പോയാൽ മതി. ഓക്കെ. ആ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പ് ഇൻടുവും സ്റ്റെപ്പ് ഓവറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്റ്റെപ്പ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനെ സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ എക്സിക്യൂഷൻ സ്കിപ്പ് ചെയ്യാന്നല്ല കേട്ടോ. ആ പറഞ്ഞിരിക്കുന്ന ഡീബഗിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എക്സിക്യൂഷൻ അവൻ ഇന്റേണലി ചെയ്യും. ഡീബഗിങ് അവൻ അടുത്ത ലൈനിലോട്ട് മാത്രമേ കാണിക്കൂ എന്നുള്ളതാണ്. പക്ഷേ സ്റ്റെപ്പ് ഇൻടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീബഗിങ് കൺട്രോൾ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് പോകും എന്നുള്ളതാണ് ഡിഫറൻസ്. ഇനിയിപ്പോൾ നമുക്കിവിടെ നമ്മൾ നോർമലി നമ്മൾ സ്റ്റെപ്പ് ഓവർ ചെയ്ത പോലെ ഓരോന്നോരോന്നായി സ്റ്റെപ്പ് ഓവർ ചെയ്ത് വരുന്നു ഇതിൻ്റെ അകത്തിരിക്കുന്ന പാരാമീറ്റർ. അപ്പം നമ്മൾ ഈ ഫംഗ്ഷനിലോട്ട് പോയപ്പം നമുക്ക് ഇവിടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ പൈത്തൺ ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ആ ഫംഗ്ഷൻ്റെ അകത്തിരിക്കുന്ന വേരിയബിൾസിൻ്റെ ഡാറ്റ എല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്റ്റാക്ക് ഫ്രെയിം ഉണ്ടാക്കും. സ്റ്റാക്ക് ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ചങ്ക് ഓഫ് മെമ്മറി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കാം. സ്റ്റാക്ക് ഫ്രെയിമിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം നമ്മൾ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ സ്റ്റാക്ക് ഫ്രെയിമുകളെയാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ ഒരു എൻട്രി ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇപ്പം നമുക്ക് 2 എൻട്രി വന്നു. കാരണം എന്താണ്? നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് പൈത്തൺ ഇന്റേണലി പുതിയൊരു സ്റ്റാക്ക് ഫ്രെയിമും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് ഈ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേറ്റഡ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സ്റ്റാക്ക് ഫ്രെയിമാണ്. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാക്ക് ഫ്രെയിം നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ്? ലോക്കൽ വേരിയബിൾസിൻ്റെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്തിരിക്കുന്ന വേരിയബിൾസിനെ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ മാറ്റുമ്പോൾ കാണണ്ടല്ലോ അല്ലേ? ഇത് മാറ്റിയ സമയത്ത് അവൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇപ്പോൾ വേരിയബിൾസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് അവൻ ഒന്നും കാണിക്കാതിരുന്നത്. ഇവിടെ വേരിയബിൾസ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ടോട്ടൽ പോലുള്ള സാധനങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ കാണിക്കും. ഓക്കെ. അതാണ് ഇവിടെ ഉള്ള വ്യത്യാസം. അപ്പം നമ്മളിങ്ങനെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന സ്റ്റാക്ക് ഫ്രെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഇരിക്കുന്ന സ്റ്റാക്ക് ഫ്രെയിം ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാക്ക് ഫ്രെയിമിൻ്റെ വിൻഡോയിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന കാര്യം. ഓക്കെ. അപ്പോൾ സ്റ്റാക്ക് ഫ്രെയിം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഫംഗ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാക്ക് ഫ്രെയിം പഠിക്കും. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി അറിയാൻ പറ്റും. ഓക്കെ. എനിവേ സ്റ്റാക്ക് ഫ്രെയിമിൻ്റെ അകത്ത് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ആ പർട്ടിക്കുലർ സെലക്ട് ചെയ്ത സ്റ്റാക്ക് ഫ്രെയിമിൻ്റെ അകത്തിരിക്കുന്ന വേരിയബിൾസ് ആയിരിക്കും ഇവിടെ കാണിക്കുക അല്ലേ? ഇപ്പോൾ നമ്മളുടെ സ്റ്റാക്ക് ഫ്രെയിം എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് സം ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് 2 എണ്ണം ഇവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു വേരിയബിൾ ഉണ്ട്, ടോട്ടൽ സം എന്ന് പറയുന്നത്, അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ F8 ചെയ്ത് വന്ന് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് റിട്ടേൺ ആയിട്ട് അവൻ അടിയിലോട്ട് വരും. ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് F8 അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടോട്ട് തിരിച്ചു വന്നു, കൺട്രോൾ തിരിച്ചു വന്നു, അടിയിലോട്ട് പോകുന്നു. അവിടെ എന്തോ ബഗ് അടിച്ച് വന്നിട്ടുണ്ട്. ടോട്ടൽ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ ഇതാക്കില്ല. അതുകൊണ്ടായിരുന്നു അത് എറർ അടിച്ച് വന്നത്. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫിക്സ് ചെയ്ത് പോകാം. ടോട്ടൽ സമ്മിന് പകരം ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതായിരുന്നു അവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നത്. നമുക്കൊന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഡിബഗ് ചെയ്ത് വരാം. ഇവിടെ വന്നു, നമ്മൾ സ്റ്റെപ്പ് ഇൻടു ചെയ്തു, ഉള്ളിലോട്ട് പോയി, അവിടെ നിന്ന് വീണ്ടും F8 അടിച്ച് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് ഓവർ ചെയ്തു, റിട്ടേണിലെത്തി, റിട്ടേണിൽ നിന്ന് തിരിച്ച് വന്നു, ഇങ്ങോട്ട് വന്നു, പ്രിൻറ്റ് ചെയ്ത് പോകുന്നു.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മള് പൈത്തണിൻ്റെ അകത്തിരിക്കുന്ന ഡീബഗിങ്ങിൻ്റെ ബേസിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മള് ബ്രേക്ക് പോയിന്റ് ഇട്ടു. ബ്രേക്ക് പോയിന്റ് ഇട്ടിട്ട് നമ്മളിവിടെ ഡീബഗിങ് എന്ന് പറയുന്ന ബട്ടൺ അടിച്ചിട്ട് നമ്മൾ ഡീബഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മള് ആ പറഞ്ഞിരിക്കുന്ന മൊമെന്റിൽ ബ്രേക്കായ സമയത്ത് ആ മൊമെന്റിൽ ഇരിക്കുന്ന ലോക്കൽ വേരിയബിൾസിനെല്ലാം നമ്മൾ അടിയിലിരിക്കുന്ന ഡീബഗ് ടൂൾ വിൻഡോയിലകത്ത് വാച്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളുടെ എക്സിക്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഓവർ അല്ലെങ്കിൽ F8 എന്ന് പറയുന്ന കീ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഇൻ ടു എന്ന് പറയുന്ന കാര്യം ചെയ്തു. അത് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇവിടെ ഡീബഗ് ടൂൾ വിൻഡോയ്ക്കകത്ത് നമ്മുടെ സ്റ്റാക്ക് ഫ്രെയിമും ആ സ്റ്റാക്ക് ഫ്രെയിമിൻ്റെ അകത്തിരിക്കുന്ന വേരിയബിൾസിനെയും നമുക്ക് കാണാൻ പറ്റി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് നമ്മളുടെ കോഡിൻ്റെ അകത്തേക്ക് നമുക്ക് ഫുൾ കൺട്രോൾ കിട്ടുകയാണ്. എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. ഇതാണ് ഡീബഗിങ്ങിൻ്റെ ഒരു ഗുണം. പല രീതികളിലിരിക്കുന്ന ഡീബഗിങ് ടെക്നിക്സ് ഉണ്ട്. അപ്പം നിങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പഠിച്ചു പോകുന്ന സമയത്ത് അത് നമ്മൾ കൂടുതൽ ഡീബഗിങ് ടെക്നിക്സും പഠിച്ചു പോവേണ്ടതുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. എല്ലാവരും ഇതേപോലെയുള്ളൊരു കുഞ്ഞു പ്രോഗ്രാം എഴുതി ഇതേപോലെയുള്ള ബ്രേക്ക് പോയിന്റും സ്റ്റെപ്പ് ഓവറും സ്റ്റെപ്പിനും അത് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെച്ചത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഈ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.